everyone, welcome to Yummy Walk. ഞാൻ റോളിൽ പോയിട്ട് എടുത്ത മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഡാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കേർട്ടിനും പിന്നെ ടോപ്പും മെയിനായിട്ട് എടുക്കാൻ പോയത്. പിന്നെ അപ്പോൾ അവിടെ കുറച്ച് ഓഫറിന് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ മസ്ലിൻ പോലത്തെ ഈ സോഫ്റ്റ് കോട്ടൺ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തെങ്കിലും പാൻറ്റോ ചെറിയ എന്തെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചതെല്ലാം നിങ്ങളിന്ന് കേട്ട് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. നമുക്ക് ആദ്യം ഞാൻ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയൽ ഞങ്ങൾക്ക് 7 ആളാണ് ഗ്രൂപ്പ് ഡാൻസ് ചെയ്യണത്. അപ്പോൾ 7 പേർക്കുമുള്ള സ്കേർട്ട് നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഫുൾ സർക്കിൾ സ്കേർട്ട് വേണം. ഒരാൾക്ക് 4 മീറ്റർ വെച്ച് വേണമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിലൊന്നും ചിലപ്പം ഇത്രയും യാർഡ്സ് കിട്ടാനുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവൈലബിൾ ആയിട്ടുള്ള കളർ ഇത്രയും 6 മീറ്റർ 28 മീറ്ററും പാട്ടിൽ വേണം. അങ്ങനെ കിട്ടിയതാണിത്. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ട് വരാം. അത് നമ്മൾ വിചാരിച്ചു പ്ലെയിൻ ജോർജറ്റ് എന്തെങ്കിലും സ്കേർട്ട് ചെയ്തിട്ട് ടോപ്പ് കളർഫുൾ ആക്കാം, എന്തെങ്കിലും വർക്ക് അതൊക്കെ എടുക്കാമെന്ന്. പിന്നെ വിചാരിച്ചു നമ്മൾ ജോർജറ്റ് സ്കേർട്ട് മാത്രമായിട്ട് ഒരു ഡാൻസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ഡാൻസിൽ സെയിം കോസ്റ്റ്യൂം തന്നെ ഇടാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഡിഫറൻസ് വരുത്തണമെങ്കിൽ സ്കേർട്ടിൻ്റെ കൂടെ വേറെ ടോപ്പ് മാച്ച് ചെയ്യും, അല്ലെങ്കിൽ ആ ടോപ്പിൻ്റെ കൂടെ വേറെ സ്കേർട്ട് മാച്ച് ചെയ്യും. അങ്ങനെ പേരൊക്കെ ചെയ്തിട്ടാണ് ഇടല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയലാണിത്. ഇത് ഭയങ്കര ലൈറ്റ് അടിക്കുമ്പം ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളക്കമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ എടുത്തത് കേട്ടോ. ഇതിൻ്റെ കളർ ആക്ച്വലി വരുന്ന ഒരു പീച്ചാണ്. പീച്ചിലൊരു റെയിൻബോ റെയിൻബോ ഷെയ്ഡുള്ള സീക്വൻസ് വെച്ചിട്ട് ഫുള്ള് ഫ്ലവേഴ്സും ഗോൾഡൻ ഫ്ലവേഴ്സും ഇങ്ങനെ ഫ്ലോറലായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇത് സ്കേർട്ട് ചെയ്തത്. ഇതിനെന്തായാലും ഒരു നെറ്റ് ടൂളിലാണ് വരുന്നത്. അതിലൊരു എംബ്രോയിഡറി ഡിസൈൻ പിന്നെ ഈ സീക്വൻസ് വർക്കൊക്കെയാണ് വരുന്നത്. ലൈനിങ് വെച്ച് കൊടുക്കണം. അപ്പം സാറ്റിൻ അല്ലെങ്കിൽ സാറ്റിനാണ് നന്നാവുക കൂടുതൽ. പിന്നെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ക്രേപ്പ് ആയിരിക്കും വയ്ക്കാം. ക്രേപ്പ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല രസമുണ്ട്. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഫേസിലേക്കും നന്നായിട്ട് ചേരുന്ന ഒരു കളറാണ്. നല്ല തിളക്കമുണ്ട്. അപ്പം ഇതുകൊണ്ട് സ്കേർട്ടൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ പറ്റുകയാണെങ്കിൽ ഇടാം. എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ ഭയങ്കര മതിയാവും. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിലങ്ങ് കൂടുതൽ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇനി ഇതിന് ഞാൻ ടോപ്പ് വാങ്ങിച്ചത് നമുക്ക് ഒരു ഇപ്പം 4 മീറ്റർ തന്നെ സ്കേർട്ടിന് വേണം. ടോപ്പിന് ഒരു 1.5 മീറ്റർ വേണ്ടി വരും. കാരണം ടോപ്പും പിന്നെ ഫുൾ സ്ലീവ് ആണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ടോപ്പ് നല്ല ഗ്രാൻഡ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാച്ചുള്ള ഒരുപാട് ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ആവും എന്തെടുക്കും എന്നുള്ളത്. ഒത്തിരി കളേഴ്സും ഡിഫറെൻറ്റ് ഡിസൈനൊക്കെ കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അതിലെനിക്ക് ഈ ഒരു ടോപ്പിന് ഭയങ്കരമായിട്ട് മാച്ചായിട്ട് തോന്നി. മാത്രമല്ല നല്ല ഫുള്ള് ഇതിൽ ബീഡ്സൊക്കെ വരുന്ന ഹാൻഡ് വർക്ക് പോലത്തെ കുറേ ബീഡ്സ് റെഡും വൈറ്റും ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ 15 മീറ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തീരെയായിട്ട് എടുത്തോ എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് അയാൾ 1 മീറ്റർ കട്ട് ചെയ്തുള്ളൂ. 50 dirhams per meter. അത്രയും ഒന്നും നമുക്ക് ശരിക്കും നമ്മളൊരു എന്തെങ്കിലും പ്രോഗ്രാമിന് നമുക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള പാർട്ടിക്ക് ഒക്കെ പോകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അതല്ലാണ്ട് ഇപ്പോൾ ഇത്രയും പേർക്ക് ഡാൻസിനൊക്കെ എത്രയും എക്സ്പെൻസീവായിട്ട് കോസ്റ്റ്യൂം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം വരുന്നതാണ്. അപ്പോൾ അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യുക എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്തോ ഭാഗ്യത്തിന് അയാൾ അത്രയും 10 മീറ്റർ ഒന്നും കട്ട് ചെയ്തില്ല. 1 മീറ്റർ കട്ട് ചെയ്ത് തന്നത്. അപ്പം ഞാൻ എന്തായാലും അത് കട്ട് ചെയ്ത് നമുക്ക് മേടിക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നു. പക്ഷെ ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഉണ്ടാവും. അപ്പം അങ്ങനെ പറഞ്ഞു. ഇപ്പം എന്തെങ്കിലും നാട്ടിലിപ്പോൾ നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നു. ഇനി റിയലായിട്ട് എല്ലാവർക്കും എടുത്ത മെറ്റീരിയൽ ഇതാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 10.5 മീറ്ററാണ് വന്നത്. ഒട്ടും തിളക്കക്കുറവൊന്നുമില്ല. ഗ്രാൻഡാണ്. നല്ല റെഡിൽ സിൽവറും
വൈറ്റ് സ്റ്റോൺസ് ആണ് ആക്ച്വലി. അതിൽ സിൽവറൊക്കെ പോലെ തോന്നും, റെഡും സിൽവറൊക്കെ പോലെ കേട്ടോ. ലൈറ്റിൽ ഇത് നല്ല പോലെ എനിക്കിങ്ങനെ ഇവരുടെ ഫ്രണ്ടിൽ നിറവുണ്ട്, എനിക്കിങ്ങനെ ലൈറ്റ് കഴിക്കുമ്പോൾ തന്നെ നല്ല തിളക്കം കാണുന്നുണ്ട്. ഇനിയിപ്പം ക്യാമറയിൽ അത്രയും ഒരു ഇതാണ് പറയുന്നത്. ഈ ഒരു കളർ ആക്ച്വലി നമ്മൾ മേക്കപ്പ് ചെയ്തൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. ശരിക്കും നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ചേരുന്ന ഒരു കളറാണ്. കാരണം ഒരു റെഡ് തന്നെ കുറച്ചൊരു മെറൂൺ ഷെയ്ഡിലേക്ക് പോകുന്ന ഒരു ടൈപ്പ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള റെഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്കേർട്ടിന് ടോപ്പില്ലാത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ ഇത്രയും അധികം യാർഡ്സും ഉണ്ടല്ലോ. ഇരിക്കട്ടെ. അടുത്തത് ഞാൻ കുറച്ച് മോൾക്കുള്ള എന്തെങ്കിലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ, എനിക്ക് വല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ചിട്ട് വാങ്ങിച്ച കുറച്ച് ഇതവിടെ ഓഫറിന് എടുക്കണ്ടായിരുന്നു. മീറ്ററിന് 5 ദിർഹം അങ്ങനെ ഓഫർ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പം എല്ലാം ഒരു 2.5 ചിലത് 3 ഉണ്ട് 4 ഉണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ഇത് പറയുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ ഇങ്ങനെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നതാണ്. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ്. പിന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, അതുകൊണ്ടാണ് അത് മേടിച്ചത്. ഇതാണ് ഒന്നാമത്തെ. അടുത്തെന്ന് പറയുന്നത് ഒരു കുറേ ലീഫ് ഡിസൈൻ വരുന്നതാണ്. ഇതിൽ കുറേ പിങ്ക്, യെല്ലോ, ഗ്രീൻ ഒക്കെ വരുന്ന നല്ല, ഇതിപ്പോൾ നമുക്ക് ഫ്രോക്കോ അതല്ലെങ്കിൽ ഒരു പാൻറ്റോ ലാസോ പോലത്തെ പാൻറ്റ് അതല്ലെങ്കിൽ തന്നെ ഒരു സ്കേർട്ട് എന്തും സ്റ്റിച്ച് ചെയ്താൽ നന്നായിരിക്കും. ഇതിലാണ് രണ്ടാമത്തത്. അടുത്തത് വരുന്നത് ഒരു ബേർഡ് ഉണ്ടല്ലോ, ഈ ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്കും ഓറഞ്ചൊക്കെ പെട്ടെന്ന് അതുപോലെയൊക്കെ അത് കണ്ടാൽ ഭയങ്കരമായിട്ട് നമുക്ക് യെല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സാണ്. ഞാനിത് എനിക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, എന്ത് സ്റ്റിച്ച് ചെയ്യാം, എന്ത് മോഡൽ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പിൻട്രസ്റ്റിൽ നമുക്ക് നോക്കി ഓരോ ഡിസൈനും ഓരോ കളറിനും മാച്ച് ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് അങ്ങനെയാണ് ഫൈനലൈസ് ചെയ്തെടുക്കുക. ഒക്കെ ഞാൻ കൂടുതലും പാൻറ്റ് നമുക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണ് കൂടുതലും മേടിച്ചത്. പിന്നെ എൻ്റെ ഫ്രണ്ട് അവൾക്കും കൂടെ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും കൺഫ്യൂഷനാണ്, അവൾക്ക് ഇനി ഏത് ഇഷ്ടപ്പെടും. പിന്നെ അങ്ങനെയൊക്കെ ഇതിലേതെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുത്തോളം പറയാം. ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ്, നമുക്കൊരു മിനി ഗാർഡൻ പോലെ ഇല്ലേ, നല്ല എല്ലാ നല്ല കളർഫുൾ ഫ്ലവേഴ്സ്, ലീവ്സ് തന്നെ ലൈറ്റും ഡാർക്കും കളർ വരുന്നത്. എനിക്ക് ഈ ഒരു കുറേ നാൾ മുന്നേ ഞാൻ ഓൺലൈനിൽ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്തിരുന്നു, ഈ ഒരു ടൈപ്പ്. അത് നല്ല കുറച്ച് ലീനൻ പോലത്തെ ഒക്കെ ഒരു കോട്ടൺ തന്നെയാണ്, എന്നാലും ഒരു ലീനൻ മിക്സ് ഉള്ള ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ അത് കേടായിപ്പോയി ഒരുപാട് ഇട്ടിട്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു ഓർമ്മ വന്നിട്ട് എടുത്തതാണ്. അടുത്തതും ഒരു ബ്ലാക്കിൽ കുറേ കളർഫുള്ളായിട്ട് ഇതൊരു ജംഗിൾ തീമിലുള്ള ഒരു ടൈപ്പ്. നമ്മുടെ ഹിബിസ്കസ് ഫ്ലവറും പിന്നെ ലീഫും കുറേ കളേഴ്സ് വരുന്നുണ്ട് അല്ലേ, നല്ല ഡ്രസ്സല്ലേ. ബ്ലൂ, എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ബ്ലാക്കിൽ ഇതുപോലത്തെ കളേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബ്ലാക്കിൽ കൂടുതൽ വലിയ പ്രിൻസും വലിയ സ്ട്രൈപ്സ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഭംഗി. എന്നാൽ വൈറ്റിൽ ഇതുപോലെ നന്നായിരിക്കും, അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു വൈറ്റില് പിങ്കും ലൈറ്റ് ബ്ലൂ പിന്നെ യെല്ലോ ഉണ്ട്, നല്ല ഡ്രസ്സല്ലേ. ഇതൊക്കെ വെച്ചിട്ട് ഇനി പ്ലാൻ ചെയ്യണം എന്ത് ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ. പാൻസ് സ്റ്റിച്ച് ചെയ്യാൻ വിചാരിച്ച് മേടിച്ചതാണ് കൂടുതലെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ വേറെയൊക്കെ ആയിട്ട് പോകും. ഇത് മോൾക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്, ആൾക്ക് ബട്ടർഫ്ലൈസ് കണ്ടപ്പോൾ ഇഷ്ടമായിട്ട് അവൾക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഇത് നല്ല രസമുണ്ട്, നല്ലൊരു ബ്ലൂ, നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ്. ഇത് ബട്ടർഫ്ലൈ നല്ല ഫുള്ളും വൈറ്റ് ആയിട്ടുള്ളതും എന്നാൽ ബട്ടർഫ്ലൈൻ്റെ ഒരു ലൈൻസ് ഉള്ള ഉണ്ട്, നല്ല രസമുണ്ടല്ലേ. ഈ കളറൊക്കെ അത്യാവശ്യം ചേരുന്നൊക്കെ ഒരു കളറാണ്.
അപ്പോൾ ഇത്രയാണ് ഇന്നലെ പോയിട്ട് വാങ്ങിച്ചത്. പിന്നെ നല്ല പങ്കുവയുണ്ട്. ഇതും എനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ഗ്രീൻ, ഈ ഒരു ബ്ലൂവും ഗ്രീനൊക്കെ ഒരു വേസ്റ്റൽ എന്നൊക്കെ പറയാം അല്ലേ, അങ്ങനെ കുറച്ചൊരു നല്ലൊരു കളർ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഒരു ലീഫും പിന്നെ അതുപോലെ കൂടുതൽ ലീഫ് ഡിസൈൻസ് ആണ്. എനിക്കിങ്ങനെ ലീഫ് ഡിസൈൻസ് വരുന്ന ഫാബ്രിക്സ് ഭയങ്കര ഇഷ്ടട്ടോ. ഇതൊക്കെ നല്ല കോട്ടൺ ആട്ടോ. കോട്ടനും പിന്നെ മസ്ലിൻ, പിന്നെ എന്താ പറയുക, ഇവിടെ കൂടുതലും ഈ അറബ്സൊക്കെ അവർ ഈ പർദ്ദാൻ്റെ ഇടയിലേക്ക് ഇടുന്ന ഡ്രസ്സ് ഒരു ടൈപ്പ്, അധികം ചൂടൊന്നും എടുക്കാതിരിക്കാനുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് വരുന്ന ഫാബ്രിക്സ് ആണ് കേട്ടോ അത് കൂടുതലും. പിന്നെ ഈ ടോപ്പിന് അടിക്കാനുള്ള ലൈനിങ് കൂടെ എടുത്ത റെഡ് കളർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് റോളയിൽ നിന്ന് നമ്മൾ മേടിച്ച ഐറ്റംസ്. എത്ര എണ്ണം മേടിച്ചു? ഒന്ന് ഗ്രീൻ, ബ്ലൂ, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇത്ര അധികമാണ് നമ്മൾ മേടിച്ചത്. ഇനിയും കുറേ മേടിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 5 ദിർഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മേടിക്കുന്നത് 3 മീറ്ററും 4 മീറ്ററൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പൈസയായി. പിന്നെ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പൈസയൊന്നും പോകുന്നില്ല എന്ന് മാത്രം. എന്നാലും ഇപ്പം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നൊക്കെ ആണെങ്കിലും സാധാരണ ഇപ്പോൾ ഇവിടെ അലൈനിലുള്ള ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേനും അവിടെ ഈ ഒരു ടൈപ്പ് ഫാബ്രിക്സിനൊക്കെ മിനിമം ഒരു 25 ദിർഹംസ് ഒക്കെയാണ് പറയാറ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. അത് കാരണം കൂടുതൽ നമ്മൾ ഡാൻസിനുള്ള എമർജൻസി പർച്ചേസ് ഒക്കെ നടത്താറുള്ളൂ. പിന്നെ ലൈനിങ്ങും ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട്. ലൈനിങ് ബ്രോളയിലാണെങ്കിലും ഇവിടെ അലൈനിലാണ് ഒരേപോലെയൊക്കെ തന്നെയാണ് പ്രൈസിങ് വരുന്നത്. ഇതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യണം. ഒത്തിരി ഇനി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടതിൽ ഭയങ്കരധികം സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.